ഹായ് ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും മിച്ചർ കടയിൽ നിന്നല്ലേ വാങ്ങുന്നത്. ഇപ്പം നമുക്ക് മിച്ചറൊന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന രുചിയുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരല്പം 1/4 കിലോ 250 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തേക്കണേ. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ അരിപ്പക്കയിൽ പോലെയുള്ള ഇതിലിട്ടാണ് അരിക്കണേ. അപ്പോൾ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ചാടിപ്പോവും. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അനക്കി എടുക്കുമ്പോഴത്തേനും. അപ്പോൾ എന്തെങ്കിലും കട്ടയോ പുറത്തുനിന്ന് വാങ്ങുന്നതാലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതാവും. നല്ലപോലെ അരിച്ച് കിട്ടും. അപ്പോൾ ഇത് 250 ഗ്രാം കടലപ്പൊടി. ഇനി ഞാനൊരു ചെറിയ ബൗളിൽ കുറച്ച് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കണേ. അപ്പത്തിന് വറുത്ത അരിപ്പൊടി, അതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അരിപ്പൊടി കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കുറവേ ചേർത്തിട്ടുള്ളൂ. ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. വലിയ കണ്ണിയുള്ള അരിപ്പയിലാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുമേ, ഈ അരിപ്പൊടിയും കടലമാവും കൂടെ. അപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കടലമാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടി ആണിത്. അതും നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവുള്ള പൊടിയും 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല നിറമൊക്കെ കിട്ടും മിച്ചറിന്. എന്നിട്ട് ആ സ്പൂണ് വെച്ച് തന്നെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അരിപ്പയിലിട്ടാണെങ്കിൽ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റുമേ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണേ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് കൈ കൊണ്ട് വേണം നല്ലതുപോലെ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും ഇത്രയും കൂടെ ലൂസാക്കി ഇടിയപ്പത്തിനൊക്കെ കുഴക്കൂലേ, അതേപോലെ എടുക്കണം. അപ്പോൾ വെള്ളം മൊത്തമായിട്ട് അങ്ങോട്ട് ഒഴിച്ചേക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം. നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കണേ. ആ ഓയിലിൽ തന്നെയാണ് ഞാൻ ഇത് വറുത്തും എടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇടിയപ്പത്തിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊരല്പം നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അച്ചിലൊന്നും പിടിച്ച് കിട്ടില്ല, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കായപ്പൊടി ഇടാൻ മറന്നുപോയേ. അപ്പോൾ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മിച്ചർ ഉണ്ടാക്കിയിട്ട് എല്ലാം മറന്നു പോകലായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ 2 പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ എല്ലായിടത്തും ആകുന്ന തരത്തിലൊന്ന് ഇളക്കി കൊടുക്കാം, കുഴച്ച് കൊടുക്കാം. അപ്പോൾ ദേ ഇനി നമ്മൾ ഈ കുറച്ച് മാറ്റി വെച്ചായിരുന്നല്ലോ മാവ്, അപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ദോശക്ക് കലക്കുന്ന പോലെ കലക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്കും വേണമെങ്കിൽ ഒരല്പം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ അത് ആ ബൂന്തിക്ക് നല്ലൊരു മുറുക്കമുണ്ടാവും. അപ്പോൾ അത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ ഒഴിക്കുന്നില്ല, ഒരു 1/2 കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയ്ക്കേ നമുക്ക് ആവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ആ എണ്ണ വേസ്റ്റായി പോകുമല്ലോ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. നല്ലപോലെ ചൂടായിട്ടേ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാവുള്ളൂ. അപ്പോൾ അതേ ചെറിയ നൂല് പോലെയുള്ള ആച്ചാണ് എടുത്തിരിക്കണേ.
ഇടിയപ്പത്തിൻ്റെ ആ അച്ചല്ലാതെ വേറെ അതിലും ഒരു അല്പോടെ വലിപ്പമുള്ളതുണ്ട്, അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നിറച്ച് നമുക്ക് കോരിയിടാം. അപ്പോൾ ഇതേപോലെ കുറച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ഒരു 100 ഗ്രാം പൊടി ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ കൊതി തീരുന്നവരെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മൂത്തിട്ടുണ്ടോ എന്ന് നോക്കാം എണ്ണ. അപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൂടം വെളുത്തുള്ളി, അത് ഞാൻ വെറുതെ ചതച്ചാണ്, തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല, ചതച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ തൊണ്ടോട് കൂടി നമ്മൾ ഇപ്പോൾ കറിക്കാണെങ്കിലും അച്ചിങ്ങ ഒലത്തുമ്പോഴൊക്കെ ആണെങ്കിലും ഈ തൊണ്ടോട് കൂടി ചതച്ചിട്ടാൽ നല്ലൊരു മണമായിരിക്കും. ഇനി അത് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണേ. മുരിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മിക്സർ തണുത്ത് പോകും. അപ്പോൾ അതേ മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇത്തിരി അധികം ഇടാം. അതും ഇതേപോലെ തന്നെ നല്ലതുപോലെ മുരിയട്ടെ. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയൊക്കെ മണം ആ മിക്സറിലും കിട്ടുമേ. ഞാനിപ്പോൾ ഈ ഇല ഊർത്തിയെടുക്കാതെയാണ്, തണ്ടോട് കൂടി തന്നെയാണ് ഇട്ടിരിക്കണേ. അപ്പോൾ അതേ കറിവേപ്പില മൂത്തിട്ടുണ്ട്, അതും നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇത് പിഴിഞ്ഞ് ചുറ്റിച്ച് ഒഴിക്കാം. ഒത്തിരി അങ്ങോട്ട് ചുറ്റിച്ചൊഴിക്കണ്ട, എന്നുവെച്ചാൽ നമുക്ക് വെന്ത് കിട്ടണമല്ലോ. ഉള്ളൊക്കെ നല്ലതുപോലെ മുരിഞ്ഞും കിട്ടണം. ഇനി ഇത് പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിടരുത്. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ മറിച്ചിടാവോളെ. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ നമ്മളിത് ഇട്ടിട്ടുണ്ടല്ലോ, ഈ പത അങ്ങോട്ട് മാറി വരുന്ന ആ സമയമാണ് നമ്മളിത് എടുക്കേണ്ടത്. കണ്ടോ, ഇപ്പോൾ പതയൊന്നുമില്ല, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇടുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ എടുത്തിട്ടാണ് അരിപ്പ പാത്രത്തിലേക്ക് ഇടണേ. അടുത്തതും ഇതേപോലെ നമ്മൾ പിഴിഞ്ഞൊഴിക്കാം. ഇടിയപ്പം പിഴിയണ പോലെ ബുദ്ധിമുട്ടൊന്നും വേണ്ട, പെട്ടെന്നാകും. നമ്മൾ ആ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. ഇത് പെട്ടെന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. എല്ലാം കോരിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 5 പ്രാവശ്യമായിട്ടാണ് പിഴിഞ്ഞെടുത്തത്. 1/4 കിലോ മാവ്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. തീ എപ്പോഴും കുറച്ചേ വെക്കാവുള്ളൂ. തീ അങ്ങോട്ട് കൂട്ടി വെക്കരുത്, കണ്ടമാനം അങ്ങോട്ട് ചുമന്നു പോകും.
ഈ മുളകൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ടേ. ഇനി നമുക്കിത് ഒരു അരിപ്പക്കയിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കണേ. അല്ലെങ്കിൽ സ്പൂണും കൊണ്ടൊന്ന് പതുക്കെ ആ തുമ്പത്തൊന്ന് തട്ടി കൊടുത്താലും മതി. ഉണ്ട്, ഇതേപോലെ എടുക്കണം. ഇത് പെട്ടെന്നാവും. പതുക്കെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കുറേശ്ശെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെയാവും. ഇനി ഞാനിവിടെ കപ്പലിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കുറേശ്ശെ ഇട്ടാൽ മതി. നമ്മുടെ കയ്യിലുള്ള പോലെ അളവനുസരിച്ചിട്ട് ഇടുക. ഇതൊരു 3/4 വേവായാൽ മതിയേ. മൊത്തമായിട്ട് വെന്ത് വരുമ്പോഴത്തേന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ പാത്രത്തിലിരിക്കുമ്പോൾ തന്നെ ചൂടാറുമ്പോൾ തന്നെ മൊത്തം വേവാകും, 3/4 വേവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇതും ഇതേപോലെ തന്നെ ആ പതയൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം വെന്തിട്ടുണ്ടോ ഇല്ലേന്ന്. അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഒരു 3/4 വേവിൽ ഇങ്ങോട്ട് എടുക്കുവാണേ. ഇനി ഇത് ഇരിക്കുമ്പോൾ തന്നെ വേവാകും. ഞാനിത്തിരി കപ്പലിൻ്റെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കപ്പ ഇരിപ്പുണ്ടായിരുന്നു, ഉണക്കക്കപ്പയാണ്. അതും ഒരു 2-3 എണ്ണം എടുത്തൊന്ന് വറുത്ത് നോക്കാം. നല്ലതാണെങ്കിൽ നമുക്കിതിലിടാം. ഞാനിപ്പോൾ അധികമൊന്നും ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ ആ എണ്ണ കളയണ്ടല്ലോ എന്ന് ഓർത്താണ് ഇങ്ങനെ. ഇത് വേവിക്കാൻ ഉണങ്ങിയ കപ്പയാണ്. നമുക്കിത് പാലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല കനം കുറഞ്ഞിരുന്ന്, പക്ഷേ വറുത്തപ്പോൾ ഇത്തിരി കനം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ കപ്പ ഇടാതിരിക്കുവാണ് നല്ലത്. ഞാനിപ്പോൾ വറുത്തത് കൊണ്ടാണ് ഇട്ടത്. അല്ലെങ്കിൽ നമുക്ക് ഈ കപ്പലണ്ടിയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മറന്നുപോയി. പൊട്ടുകടല ഇരിപ്പുണ്ടായിരുന്നു, ഫ്രിഡ്ജിലായിരുന്നു. അതെടുക്കാൻ ഞാൻ മറന്നുപോയി. അവസാനമാണ് ഞാൻ വറുത്തിട്ടത്. അത് കാണിച്ചിട്ടില്ല വറുത്തിടുന്നതൊന്നും. അപ്പോൾ ഈ കപ്പ മാത്രം ഇടുന്നത്. കപ്പ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഞാനീ ഉണ്ടാക്കിയേക്കണതിൽ എന്നുവെച്ചാൽ കപ്പയ്ക്ക് ഇത്തിരി കട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കാ വറുത്തതോ ഒക്കെ ഇടാം. ഒരു കായ ഉണ്ടെങ്കിൽ അതങ്ങ് അരിഞ്ഞ് പെട്ടെന്ന് വറുത്തിടാം. പിന്നെ നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. കൈ കൊണ്ട് കണ്ടോ, വെറുതെ ഒന്ന് പൊടിച്ചാൽ മതിയേ. ഒന്ന് തൊട്ടാൽ മതി, പൊടിഞ്ഞു പോരും. കണ്ടോ, ഒത്തിരി ഒന്നും ഇതാക്കണ്ട, വെറുതെ ഒന്ന് തൊട്ടാൽ മതി. അപ്പം ഞാനിനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും ഒരല്പം കായവും കുറച്ച് ഉപ്പ്. എന്ന് വെച്ചാൽ കപ്പലിൻ്റെയിലൊന്നും ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇടണം. ഒരു സ്പൂൺ, ഒരല്പം ഉപ്പും ഒരല്പം കായപ്പൊടിയും മുളക് പൊടിയും ഇതിൻ്റെ മേലെ ഒന്ന് തൂളിക്കൊടുക്കാം. പൊട്ടുകടല ഉണ്ടെങ്കിൽ ആ എണ്ണയിലിട്ട് പൊട്ടുകടല ഒന്ന് മുരിച്ചിട്ട് വേണേ ഇടാനായിട്ട്. ഞാനിപ്പം മുരിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ കാണിച്ചിട്ടില്ല.
ഇനി കപ്പലിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ആ ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കപ്പലിൻ്റെയിലൊക്കെ ആ കായത്തിൻ്റെയും മുളകും ഉപ്പും ഒക്കെ പിടിക്കുവേ. ഇനി നമ്മുടെ ബൂന്തിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 2-3 കപ്പയുടെ കഷ്ണവും കൂടി ഇടുന്നുണ്ട്. അപ്പം മിക്സർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.